ഹായ്. മാർക്കോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ് മാർക്കോ. അതിൻ്റെ അണിയറ പ്രവർത്തകർ എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ ആ സിനിമയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻ എക്സ്ട്രാ വയലൻറ്റ് സിനിമ, അതാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. അത് അതേപോലെ തന്നെ അവർ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്ത അഭിപ്രായം മാത്രം വരാൻ പോകുന്നത് ജഗദീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് വ്യത്യാസ അഭിപ്രായമുള്ളത് ജഗദീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ജഗദീഷ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാടങ്ങ് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഒരു മലയാള നടനെ കൊണ്ടും ഇന്നേ വരെ ചെയ്യിച്ചിട്ടില്ലാത്ത അത്രയും ബ്രൂട്ടാലിറ്റി എന്നെ കൊണ്ട് ഈ സിനിമയിൽ ചെയ്യിച്ചിട്ടുണ്ട്. ഈ സിനിമ റിലീസാവുന്ന സമയം ആളുകൾ അതെങ്ങനെ സ്വീകരിക്കും, പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കും, അത് കഴിഞ്ഞാൽ എന്നോടുള്ള നിലപാട് എന്തായിരിക്കും എന്നൊക്കെ വരെ തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കോമഡി ആവുമെന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ച അതേപോലെ തന്നെയാണ് സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. ജഗദീഷിൻ്റെ വേർഷൻ കുറച്ച് കോമഡി ആയിരുന്നു. സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അപ്പുകുട്ടൻ കയറി വന്നിട്ടുണ്ട്. ആ ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാർക്കോ ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി മൂവി. ഈ സിനിമയുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും ഈ സിനിമ എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആക്ഷൻ വയലൻ്റ് മൂവിയാണ്. അപ്പോൾ ഇതിലെ സീനുകളും സ്വാഭാവികമായിട്ടും അത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള സീനുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സിനിമ കണ്ടിറങ്ങുന്ന പല പ്രേക്ഷകനും അതിലെ പല സീനുകളും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ പലതും കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ പണ്ട് പഴശ്ശിരാജ റിലീസായ സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയോട് ആ സിനിമേൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു അഭിപ്രായമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവളന്ന് പറഞ്ഞത്, പഴശ്ശിരാജ സിനിമ കുഴപ്പമില്ല, എന്തപ്പോൾ ആ സിനിമയിൽ ഇപ്പോൾ പ്രത്യേകിച്ചുള്ളത്, ആ സിനിമയിൽ ഫുള്ള് യുദ്ധമല്ലേ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പകച്ചു പോയി എൻ്റെ ബാല്യം. അവൾക്കതിൽ കൂടുതലും പറയാനൊന്നുമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അവൾക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം അവളതിൽ നിന്നും സിനിമയിൽ നിന്നും മറ്റെന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അതായത് അവൾ സിനിമയിൽ നിന്നും വേറെ പലതുമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ജോണറിൽ ആ സിനിമയിൽ എന്താണോ കാണിക്കേണ്ടത് അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഇതൊരു ആക്ഷൻ വയലൻ്റ് മൂവിയാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതല്ലേ അതിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്മൾ ഏത് സിനിമയും സമീപിക്കുന്നതിന് മുമ്പ് ആ സിനിമ ഏത് ജോണറിലുള്ള സിനിമയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ പുഷ്പ 2 ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതെന്തുകൊണ്ടാണ്? ആ സിനിമ ഏത് ജോണറിലുള്ള സിനിമയാണെന്ന് നമ്മൾ മലയാളികൾ പലരും മനസ്സിലാക്കാതെയാണ് അതിനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു പക്ക മസാല മൂവിയായിരുന്നു. ആ മസാല മൂവിയിൽ അതിൻ്റേതായ കുറവുകളുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാതെ തന്നെ നമ്മൾ പലരും അതിനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മസാല മൂവിയിൽ എന്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്ത് ലോജിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതിൻ്റെ വഴിക്ക് വിടുക, അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നവർ എൻജോയ് ചെയ്യുക എന്നല്ലാതെ അതിൽ കൂടുതൽ എന്ത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കാനാണ്. അതേപോലെ തന്നെ മാർക്കോ ഒരു എക്സ്ട്രാ വയലൻ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണിക്കുന്ന വയലൻസ് സീനുകളെല്ലാം അത് ചുമ്മാ വയലൻസിനായിട്ട് കാണിക്കുന്നതല്ല. വയലൻസ് കാണിക്കാനായിട്ട് ഈ സിനിമയിൽ പ്രത്യേകം സീനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മാർക്കോ ഒരു ഫാമിലി മാനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു. ആ ദുരന്തത്തിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്കോ തുനിഞ്ഞിറങ്ങുകയാണ്. അവരോട് പക വീട്ടാൻ വേണ്ടിയിട്ട് മാർക്കോ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. പാരലായിട്ട് മാർക്കോ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അവസാനം വില്ലന്മാരെ കണ്ടെത്തുന്നു. അവരുമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്.